ഓണം ബമ്പർ നേടിയിരിക്കുന്നത് കൊച്ചിയിലെ നെട്ടൂർ സ്വദേശി ലതീഷ് വിറ്റ ടിക്കറ്റിനാണ്. ലതീഷ് തന്നെ ആ ടിക്കറ്റ് എടുക്കുകയായിരുന്നോ അതോ മറ്റാർക്കെങ്കിലും അത് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഭഗവതി ഏജൻസി മാനേജർ വിനോദ് എസ് ദാസ് അല്പസമയം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മയോടൊപ്പം ചേർന്നിരുന്നു. രശ്മിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. നെട്ടൂർ സ്വദേശി ലതീഷ് വിറ്റ ടിക്കറ്റിനാണ്. ലതീഷ് ഒരു സബ് ഏജന്റ് കൂടിയാണ്. ലതീഷ് ആ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും വിട്ടിട്ടുണ്ടോ അതോ ലതീഷിന് തന്നെയാണോ ഈ മഹാഭാഗ്യം കൈവന്നിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളിൽ കൂടി ഒരു ചെറിയ വ്യക്തത ആവശ്യമുണ്ട്. രേഷ്മ, കേൾക്കാമോ? എന്നുള്ള ടിക്കറ്റ് എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. വാങ്ങിയത് ലതീഷ് എന്ന് പറയുന്ന സബ് ഏജന്റ് ആണ്. അദ്ദേഹത്തിന്റെ കൈവശമാണ് ഈ ടിക്കറ്റ്. നേരത്തെ അദ്ദേഹമാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം മറ്റാർക്കെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും എറണാകുളം വൈറ്റിലിൽ നിന്നുമാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ബമ്പർ ടിക്കറ്റ്, തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന പോയിട്ടുള്ളത്. സബ് ഏജന്റ് ആയിട്ടുള്ള ലതീഷ് കുമാറിനെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം നിലവിൽ വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിലേക്ക് വരുമെന്നാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള നമ്മളോട് ഈ മാനേജറായിട്ടുള്ള വിനോദ് ദാസ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇവിടെ 3ഓളം ബ്രാഞ്ചുകൾ ഈ എറണാകുളം ജില്ലയിലെ ഭഗവതി ഏജൻസിക്കുണ്ട്. സംസ്ഥാനമെമ്പാടും 40ഓളം ബ്രാഞ്ചുകളുണ്ട്. നേരത്തെ തിരുവോണം ബമ്പറിന്റെ 1 കോടി രൂപ വീതമുള്ള സമ്മാനം കഴിഞ്ഞ വർഷവും ഈ പറയുന്ന വൈറ്റിലയിലെ ഏജൻസിക്കായിരുന്നു ലഭിച്ചത്. അവിടെ നിന്ന് വിറ്റ ടിക്കറ്റിനായിരുന്നു ലഭിച്ചത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ലതീഷ് കുമാർ അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എത്തിച്ചേരും ചേട്ടാ? വൈറ്റിലയിൽ ഭഗവതി ഏജൻസീസ് വിറ്റ ടിക്കറ്റിനാണ് ഓണം ബമ്പർ സമ്മാനം അടിച്ചിരിക്കുന്നത്. 25 കോടി രൂപ. ഈ സമ്മാനം നേടിയിരിക്കുന്നത് നെട്ടൂർ സ്വദേശി ലതീഷ് എന്ന ഏജന്റാണ്. ലതീഷിന് തന്നെയാണോ ഈ മഹാഭാഗ്യം കൈവന്നിരിക്കുന്നത് അതോ ലതീഷ് ആർക്കെങ്കിലും ഈ ടിക്കറ്റ് വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ ലതീഷ് ഭഗവതി ഏജൻസീസിലേക്ക് എത്തുമെന്നാണ് മാനേജർ വിനോദ് അല്പസമയം മുമ്പ് ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. രേഷ്മ, അതിലൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? വൈറ്റില ഭഗവതി ഏജൻസീസിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. 25 കോടി രൂപയാണ്. നിലവിൽ നെട്ടൂർ സ്വദേശി ലോട്ടറി ഏജന്റ് കൂടിയായ ലതീഷാണ് ഈ ഭാഗ്യവാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റ ഭഗവതി ഏജൻസി മാനേജർ വിനോദ് അല്പസമയം മുമ്പ് നമ്മോടൊപ്പം ചേർന്നിരുന്നു. വിനോദ് നൽകുന്ന വിവരമനുസരിച്ച് ടിക്കറ്റ് വിറ്റ ലതീഷ് നെട്ടൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ലോട്ടറി ഏജന്റ് കൂടിയാണ്. രേഷ്മ, എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ലതീഷിനെ വിളിച്ചിട്ട് നിലവിൽ എടുക്കുന്നില്ല. എന്തായാലും നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ലതീഷ് തന്നെയാണ് ഈ എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസി ലതീഷിന് തന്നെയാണ് ഈ എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസി ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ബമ്പർ ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. സബ് ഏജന്റ് കൂടിയാണ് ലതീഷ്. ലതീഷിനെ നിലവിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം ഉടൻ തന്നെ വൈറ്റിലയിലെ ഏജൻസിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ മാനേജറോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ചേട്ടാ, ഇപ്പൊ വിളിച്ചിട്ട് എങ്ങനെയാ അവസ്ഥ?
ഫോൺ എൻഗേജ് ആണ്. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഫോൺ എൻഗേജ് ആണ്. അല്പസമയത്തിനകം എന്തായാലും വൈറ്റില നമ്മുടെ ഓഫീസിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരും. എന്തായാലും നമുക്ക് അവിടെ എത്തിച്ചേരുന്ന സമയത്ത് ചിലപ്പോൾ ലതീഷ് അവിടെ എത്താനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ തന്നെ നമ്മൾ വിളിച്ച് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇന്ന് തന്നെ ഒരു അഭിമുഖം തരാൻ കഴിയുമെങ്കിൽ. നേരത്തെ എടുത്ത വീക്കിലി ടിക്കറ്റിൽ 1 മാസങ്ങൾക്ക് മുമ്പ് 1 കോടി രൂപയും അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ് 1 മാസം ആയില്ല. ഇപ്പൊ അത് വിറ്റായിരുന്നു. ഇപ്പോഴത്തെ ടിക്കറ്റ് വിറ്റിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ലതീഷിനോട് സംസാരിച്ചാലേ പറയാൻ പറ്റൂ. യാഥാർത്ഥ്യം നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് അത് പറയുന്നത് ശരിയല്ല. ലതീഷിന് നല്ല ഹോൾസെയിൽ കടക്കാരനാണ്, നല്ല സെയിലുള്ള കടയാണ്. അപ്പൊ വിറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലതീഷ് തന്നെ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ അത് സ്ഥിരീകരിക്കാം. അദ്ദേഹം ഒന്ന് വരും, അല്പസമയത്തിനകത്ത് എത്തും എന്നാണ് കിട്ടുന്ന വിവരം. എത്രത്തോളം ടിക്കറ്റാണ് നിങ്ങളുടെ ഭഗവതി? 5 ലക്ഷത്തിൽ പരം ടിക്കറ്റാണ് ഭഗവതി ഏജൻസി ഇപ്പൊ വിറ്റ് കഴിഞ്ഞിരിക്കുന്നത്. 5 ലക്ഷത്തി 10,000 ടിക്കറ്റോളം നമ്മൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റ് പോലും അൺസോൾഡ് അല്ല, പൂർണ്ണമായും നമുക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. 2022 നടന്ന ഞെറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടിയ തിരുവനന്തപുരം ഏജൻസിയിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. ആട്ടോ ഡ്രൈവർ ആയിട്ടുള്ള അനൂപിന് കിട്ടിയതും നമ്മൾ വിറ്റ ടിക്കറ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഓണം ബമ്പറിന് 250 ലക്ഷം ഈ വൈറ്റിലെ തന്നെയാണ് ലഭിച്ചത്. ഇത്തവണ അത് ഫസ്റ്റ് പ്രൈസിലേക്ക് കടന്നു. കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഞെറുക്കെടുപ്പിൽ 1 കോടി രൂപ നമ്മുടെ പാലാരിവട്ടം ശാഖയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. തുടർച്ചയായി എറണാകുളം ജില്ലയ്ക്ക് സമ്മാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭഗവതിയുടെ കടാക്ഷം തന്നെയാണല്ലേ? അത് ഭഗവതി കടാക്ഷം തന്നെ. നമ്മുടെ മുതലാളി തികഞ്ഞ ദൈവഭക്തനുമാണ്. നമുക്ക് പ്രിയപ്പെട്ട ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ മുതലാളിയെ കാണുന്നത്. ആ രീതിയിലാണ് ഇടപെടുന്നത്. അത്രയും ലതീഷ് വിറ്റിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുമല്ലോ. കമ്മീഷൻ നമ്മൾ മറ്റുള്ളവരെ ഗവൺമെന്റിന് കിട്ടുന്നത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മീഷൻ കഴിയുന്നത് 3 ദിവസത്തിനകത്ത് നമ്മുടെ മുതലാളി നൽകിയിരിക്കും. അതാണ് നമ്മുടെ ഒരു ഭഗവതിയുടെ ഒരു ആഘോഷം നടക്കുന്ന വേളയാണ്. എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. നീലിമ, നമ്മൾ ഈ ഏജൻസിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അവിടേക്ക് ലതീഷ് എത്തും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചേട്ടാ ഒന്ന് ഇറങ്ങി കേട്ടാ. ലതീഷ് ഇപ്പോൾ ഭഗവതി ഏജൻസീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലതീഷ് അതീവ സന്തോഷവാനായി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ വളരെ വേഗം എത്തുന്നതാണ്. ലതീഷ് തന്നെയാണ് ആ കോടിപതി ഭാഗ്യവാൻ എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അറിയേണ്ടത് ലതീഷ് തന്നെ ആ ടിക്കറ്റ് കൈവശം വെച്ചിരിക്കുകയാണോ അതോ ആ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും വിറ്റോ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. രേഷ്മ ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. നിലുമ, ഈ വൈറ്റിലയിലെ ഏജൻസിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടുത്തെ വിൽപ്പന നടന്നിട്ടുള്ളത് ഇവിടെ നിന്നുമാണ്. ഈ വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ് ഓണം ബമ്പർ 1ാം സമ്മാനം ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ലതീഷ് എന്ന് പറയുന്ന സബ് ഏജന്റിന്, നെട്ടൂർ സ്വദേശിയായിട്ടുള്ള സബ് ഏജന്റിനാണ് ഈ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. എന്തായാലും ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ് 1ാം സമ്മാനം ബമ്പർ ടിക്കറ്റ് വിൽപ്പന പോയിട്ടുള്ളത്. ലോട്ടറി കയ്യിലുള്ള ആളിന് ഏജന്റിന് 10% കിട്ടും. 2.5 കോടി ഈ ലതീഷ് സബ് ഏജന്റ് ആണല്ലോ, അപ്പം അദ്ദേഹം ഈ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ? പിന്നെ പുള്ളി വിൽക്കും. പുള്ളി ടിക്കറ്റ് ആർക്ക് വിറ്റു എന്നുള്ളത് പുള്ളിക്ക് അതാണ്. അതുകൊണ്ട് ആ കാണിക്കുന്ന ആളാണ് ലതീഷ്. അത് ഏജന്റ് ആണ്. എന്നായിരുന്നു ടിക്കറ്റ് എടുത്തത് ലതീഷ്? അതിനിപ്പോ കമ്പ്യൂട്ടറിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ലതീഷ് സബ് ഏജന്റ് ആണ്, അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നീലിമ, യെസ്, അപ്പോൾ ലതീഷ് അല്ല ഈ 25 കോടി നേടിയിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ആ ഭാഗ്യവാൻ ആരാണെന്നതാണ് നമുക്ക് അറിയേണ്ടത്. രേഷ്മ, നമുക്ക് വളരെ പെട്ടെന്ന് ലതീഷിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുമോ?
അടിച്ചിട്ടുണ്ട്. ആ, കൊടുത്തു. ഓക്കെ. ആ ഭാഗ്യവാൻ നെട്ടൂരുകാരൻ തന്നെയാണ്. കാരണം നെട്ടൂരാണ് ആ ടിക്കറ്റ് അത്രയും വിറ്റുപോയിരിക്കുന്നത് എന്നാണ് ലതീഷിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നെട്ടൂരിലാണ് ലതീഷ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ഭഗവതി ഏജൻസീസിന്റെ സബ് ഏജന്റാണ് ലതീഷ്. രേഷ്മ, ഭാഗ്യവാൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. $25 കോടി രൂപയുടെ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ മഹാഭാഗ്യം കൈവന്നിരിക്കുന്നത്. ഭഗവതി ഏജൻസീസ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ലതീഷ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ഈ ഭാഗ്യവാൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. നമുക്ക് വരും മണിക്കൂറുകളിൽ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.